ജോബ് മൈക്കിൾ, അങ്ങേക്ക് 7 മിനിറ്റ്. സാർ, ഞാൻ പോലീസ്, ജയിലുകൾ, സ്റ്റേഷനറിയും അച്ചടിയും മറ്റ് ഭരണ സർവീസുകളും വാർത്താവിതരണവും പ്രചരണവും പ്രകൃതിദോഷം മൂലമുള്ള ദുരിതാശ്വാസം എന്നീ ജനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുകയാണ് സാർ. നമ്മുടെ പോലീസ് സേന നവീകരണത്തിൻ്റെ പാതയിലാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പോലീസ് സേനയിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. ഏകദേശം 5000 സ്ഥിരം നിയമനങ്ങളും 850-ൽ പരം താൽക്കാലിക തസ്തികകളും പോലീസ് വകുപ്പിൽ മാത്രം സൃഷ്ടിക്കുകയും PSC മുഖേന പോലീസ് വകുപ്പിൽ മാത്രം 20,000-ലധികം നിയമനങ്ങൾ നടത്തിയ സർക്കാരാണ് സാർ ഇവിടെ ഭരിക്കുന്നത്. സാർ, ഞാൻ ഈ സർക്കാരിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. വനിതാ പോലീസ് ബറ്റാലിയൻ നടപ്പിലാക്കി പാസിംഗ് ഔട്ട് പരേഡ് നടത്തി കേരളത്തിൽ വനിതകൾക്ക് മാത്രമായി ഒരു ബറ്റാലിയൻ ഉണ്ടാക്കിയ സർക്കാരാണ് സാർ ഇവിടെ. കേന്ദ്രം നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കുമ്പോഴും ഇവിടെ വികസന മുന്നോട്ട് ഉണ്ടാകാതെ സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും വികസനങ്ങൾ ഉണ്ടാക്കുന്നതിനും സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല സാർ. ഞാനിവിടെ പ്രിയപ്പെട്ട മാത്യു കുഴനാടൻ ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു കോവിഡ് കാലത്ത് എന്ത് സംഭവിച്ചു. കോവിഡ് കാലത്ത് മുഖ്യമന്ത്രി ഇടപെട്ടു. മുഖ്യമന്ത്രി മാത്രമല്ല സാർ ഇടപെട്ടത്, മുഖ്യമന്ത്രി നേതൃത്വം നൽകി കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെയും കേരളത്തിലെ ജനങ്ങളെയും ഒന്നാക്കി നിർത്തിക്കൊണ്ടാണ് അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രവർത്തിച്ചത്. അതിൻ്റെ ഫലം കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് തന്നെ ഏറ്റവും നല്ല കോവിഡ് പ്രതിരോധ പ്രവർത്തനം നടത്തിയത് കേരളമാണെന്നുള്ള അംഗീകാരം കിട്ടി. ഇവിടെ അന്ന് ഓർക്കുന്നുണ്ടാവും, കോവിഡ് കാലത്ത് SSLC +2 പരീക്ഷ നടത്തല്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ പ്രതിപക്ഷം കോടതിയിൽ പോയി. കോടതി എന്താ പറഞ്ഞത്? പരീക്ഷ നടത്തണം എന്ന് കോടതി പറഞ്ഞു. പരീക്ഷ നടത്തി. അന്ന് ആ പരീക്ഷ നടത്താതിരുന്നതെങ്കിൽ കേരളത്തിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾ 1 വർഷം പുറകോട്ട് മാറുമായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകമായി ഓർക്കണം സാർ. ഇവിടെ കാലത്തിൻ്റെ മാറ്റമാണ് സാർ നയം മാറ്റം. നയമാറ്റത്തെ പറ്റി പറഞ്ഞു. കാലത്തിൻ്റെ മാറ്റമാണ് സാർ നയം മാറ്റം, അതല്ലാതെ പ്രത്യേകിച്ച് ആരും കൊണ്ടുവന്നതല്ല. കാലത്തിനനുസരിച്ച് നയം മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും നമുക്ക് ആർക്കുമില്ല. ഇവിടെ സൂചിപ്പിച്ചല്ലോ, മാർച്ച് മാസം 15-ാം തീയതി നമ്മുടെ പ്രിയപ്പെട്ട ചന്ദ്രശേഖരൻ അവർ സൂചിപ്പിച്ചു. ഈ മിനിഞ്ഞാന്ന് മാർച്ച് മാസം 15-ാം തീയതി കേരളത്തിൻ്റെ പോലീസ് വകുപ്പ് മുഖ്യമായ ഒരു കാര്യം ഏറ്റെടുത്തു. എന്താ സാർ? കേരളത്തിലെ കുടുംബശ്രീകളെ കൂട്ടുപിടിച്ചുകൊണ്ട് സ്നേഹിത എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ DYSP ഓഫീസറുടെ കീഴിലും വനിതകൾക്കും പ്രിയപ്പെട്ട നമ്മുടെ കുട്ടികൾക്കും കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു സെൻറ്റർ ആരംഭിച്ചു സാർ. ചങ്ങനാശ്ശേരിയിൽ DYSP ഓഫീസറുടെ കീഴിലുള്ള സെൻറ്റർ ഞാനാണ് സാർ ഉദ്ഘാടനം ചെയ്തത്. അവിടെ പ്രത്യേകമായ സജ്ജീകരണത്തോടു കൂടി നമ്മുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ആഴ്ച 2 ദിവസം ചെന്ന് അവിടെ പരാതികൾ പറയുവാനും യൂണിഫോം ഇല്ലാത്തവർ മുമ്പിൽ ചെന്ന് നിന്ന് അവർ കൗൺസിലിംഗ് നടത്തുവാനും ഒക്കെയുള്ള സംവിധാനത്തിലേക്ക് വന്നിരിക്കുന്നു സാർ. ഈ മാറ്റമൊന്നും നമ്മൾ കണ്ടില്ലെന്ന് വെക്കരുത്. ഇവിടെ സൂചിപ്പിച്ചല്ലോ, സൈബർ കേസുകളിലെ അന്വേഷണം, സൈബർ കേസുകൾ ഇത്രയും അധികം ശക്തമായി ഞാൻ മനോജ് എബ്രഹാം ഉൾപ്പെടെയുള്ള അതിന് നേതൃത്വം നൽകുന്ന പോലീസ് ഓഫീസർമാർ അനുവദിക്കുകയാണ് സാർ. വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ട് സൈബർ രംഗത്ത് ശക്തമായി, നമുക്കറിയാമല്ലോ, ഈ രാജ്യത്തെ ആളുകൾ മാത്രമല്ല, നൈജീരിയയിലും ഇന്ത്യയുടെ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള ആളുകൾ കേരളത്തിലെ പാവപ്പെട്ട കോളേജ് പ്രൊഫസർമാർ ഉൾപ്പെടെ ഡോക്ടർമാരുൾപ്പെടെ എല്ലാവരെയും സൈബർ തട്ടിപ്പിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു സാർ. അതിന് ഒരു അറുതി വരുത്തുവാൻ കേരളത്തിലെ പോലീസ് സാധിച്ചു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ വകുപ്പായ പോലീസ് സേനയും ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് സാർ. സൈബർ കുറ്റവാളികളെ വളരെയധികം പിടിച്ച് തുറങ്കിലടയ്ക്കുവാൻ വളരെ ശക്തമായ നടപടിയുണ്ടായി സാർ. സംസ്ഥാന പോലീസ് സേനയിലെ 25 പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഡാർക്ക് വെബ് മേഖലയിലും 75 പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സൈബർ സെക്യൂരിറ്റി മേഖലയിലും 50 പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ക്രിപ്റ്റോ കറൻസിയിലും പ്രമുഖ ഏജൻസി മുഖാന്തരം ആധുനിക പരിശീലനം നൽകിയിട്ടുണ്ട് സാർ. സംസ്ഥാന പോലീസിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 20 സബ് ഇൻസ്പെക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സൈബർ കമാൻഡ് വിഭാഗം രൂപീകരിച്ചിട്ടുണ്ട് സാർ. ഇതുകൂടാതെ സംസ്ഥാന പോലീസ് സേനയിലെ 360 ഓഫീസർമാർ ഉൾപ്പെടെ 860 പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സൈബർ കുറ്റങ്ങൾ അന്വേഷിക്കാൻ തടയുവാനും വേണ്ടി നടപടി പരിശീലനം നൽകിയിട്ടുണ്ട് സാർ. അതുകൊണ്ട് ഇപ്പോൾ സൈബർ കുറ്റവാളികൾ ഓടി മറിയാണ്. അടുത്ത നമ്മുടെ ലക്ഷ്യം എന്താ? ലഹരിക്കെതിരെയുള്ള പോരാട്ടം. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്നലെ പ്രിയപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി 24 ന്യൂസ് ചാനലിൽ പറഞ്ഞു, ശ്രീകണ്ഠൻ നായർ അദ്ദേഹമായുള്ള അഭിമുഖത്തിൽ പറഞ്ഞു, വളരെ ശക്തമായ നടപടികൾ അടുത്ത മാസം തൊട്ട് കേരളത്തിൽ ലഹരിയെ പിടിച്ചു കിട്ടും, ആ ലഹരി കേരളത്തിൽ ഇനി മുമ്പോട്ട് പോകാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു. അതെ, ഇവിടെ പ്രതിപക്ഷമാണേലും ഭരണകക്ഷിയാണേലും അതിന് യുവജന സംഘടനയാണെങ്കിലും വിദ്യാർത്ഥി സംഘടനയാണേലും മുഖം നോക്കാതെ
ആരൊക്കെ ലഹരിയിൽ ഏർപ്പെടുന്നുണ്ടോ അതിൻ്റെ അകത്ത് മുഖം നോക്കേണ്ട കാര്യമില്ല സാർ. പ്രതിപക്ഷത്തിനെതിരെയാണേലും ഭരണകക്ഷിപ്പെട്ട ആളാണേലും ഇനി എൻ്റെ പാർട്ടിയിൽപ്പെട്ട ആളാണേലും ശക്തമായ നടപടി ഉണ്ടാകണം. അതിൻ്റെ അകത്ത് മുഖം നോക്കേണ്ട കാര്യമില്ല സാർ. അങ്ങനെ മുഖം നോക്കുന്ന പോലീസല്ല സാർ. അതുകൊണ്ടാണ് ഇവിടെ കളമശ്ശേരിയിൽ കൃത്യമായിട്ടുള്ള അറസ്റ്റ് ഉണ്ടായത്, കൃത്യമായിട്ടുള്ള റിമാൻഡ് ഉണ്ടായത്, അവരെ കൽത്തുറങ്കിൽ അടച്ചത്. അതിൻ്റെ വിളിച്ചിട്ട് സാർ അതിൻ്റെ അകത്ത് ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് പറഞ്ഞാൽ മതി. നമുക്കറിയാം കേരളത്തിലെ ജനങ്ങൾ, നമുക്കറിയാം ഇന്ന് സീപ്പർ ഡോഗ്സിന് പരിശീലനം തന്നെ സാർ. നമുക്കറിയാം എയർപോർട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെയൊക്കെ ബാഗ് ഇതിൻ്റെ അടുത്തൂടെ വിദേശ എയർപോർട്ടിലും സ്വദേശ എയർപോർട്ടിലും നമ്മൾ കാണുന്നുണ്ട്, ഒരു പട്ടി വന്ന് നമ്മുടെ ബാഗൊക്കെ മണത്ത് കാണിട്ടുണ്ട് സാർ. സിപ്പർ ഡോഗിനെ പരിശീലിപ്പിച്ചുകൊണ്ട് ഗ്രാമാന്തരം അതിൻ്റെ പ്രയോജനം പോലീസ് ഉണ്ടാക്കണം സാർ. ഗ്രാമാന്തരം പോലീസ് ഇങ്ങനെയുള്ള ഡോഗുകളെ പരിശീലിപ്പിച്ചുകൊണ്ട് ഓരോ ജില്ലയിലും ഓരോ സബ് ഡിവിഷനിലും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോലീസിനെയും എക്സൈസിനെയും ശക്തമാക്കിക്കൊണ്ട് വളരെ ശക്തമായി ലഹരിക്കെതിരെ ഉള്ള പോരാട്ടം നടത്തണം സാർ. ഇവിടെ നമുക്കറിയാം ബസ് ടെർമിനലുകളിൽ, അതോടൊപ്പം റെയിൽവേ സ്റ്റേഷനുകളിൽ, പാഴ്സൽ സർവീസ് സെൻ്ററുകളിൽ, ഇതുപോലെ തന്നെ ചരക്ക് ഗതാഗതം നടത്തുന്നിടത്തൊക്കെ ശക്തമായ പരിശോധന നടത്തിക്കൊണ്ട് ലഹരിയെ അമർച്ച ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കണം സാർ. നമുക്കറിയാമല്ലോ കോവിഡിൻ്റെ പ്രവർത്തനത്തിന് എത്രയോ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവാർഡ് കിട്ടി, എത്രയോ പോലീസ് സ്റ്റേഷനുകൾക്ക് അവാർഡ് കിട്ടി. ശക്തമായിട്ടുള്ള പ്രവർത്തനമല്ലേ അന്ന് അവർ നടത്തിയത്. അവർ ജീവൻ പണയം വെച്ചുകൊണ്ട് അന്ന് പോലീസ് പ്രവർത്തിച്ചെങ്കിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിലും കേരളത്തിലെ പോലീസ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടൊപ്പം ശക്തമായിട്ടുണ്ടാകും. അതിന് ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ മതസംഘടനയെന്നോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനമെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ലഹരിക്കെതിരെ പോരാടുവാൻ രംഗത്തിറങ്ങണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ധനാഭ്യർത്ഥന പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സാർ. താങ്ക് യു. ഓൺ ടൈം.